ലതാജി അമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യുന്നത് നെയ്മീൻ കറി വയ്ക്കുന്ന രീതിയാണ്. അതിലേക്ക് നെയ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളുത്തുള്ളി, ഒരു 8 അല്ലി വെളുത്തുള്ളി ഉണ്ട്. 2 കഷ്ണം ഇഞ്ചി മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിലൊരു ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിക്കണം. അതിൽ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സബോള, ഒരു തക്കാളി, കുറച്ച് വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കണം. എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കിടന്നിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മിശ്രിതങ്ങൾ എല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ച് നല്ല മിനുസായിട്ട് അരച്ചെടുക്കണം. പിന്നീട് അതിലേക്ക് ആവശ്യമുള്ള മുളക്, മല്ലി, ഉപ്പ്, മഞ്ഞൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളൊരു 10 കഷ്ണമാണ് കറി വയ്ക്കാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. സാധാരണ 2 ടീസ്പൂണ് മുളക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളാണ് എടുക്കാറ് പതിവ്. ഇപ്പോൾ സബോളയും തക്കാളിയൊക്കെ അരയ്ക്കുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും ഈ കറി. അപ്പോൾ അതിലേക്ക് മല്ലി ഒത്തിരി കുറവ് എടുത്താൽ മതി എന്ന് വെച്ചാൽ 3 ടീസ്പൂണേ ഞാൻ എടുക്കണുള്ളൂ. അപ്പം അങ്ങനെ 3 സ്പൂണ് പൊടി ഈ വെക്കണ പാത്രത്തിൽ ചീനച്ചട്ടിയിൽ ഒരു തുള്ളി ഓയിൽ, 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒന്ന് വഴറ്റി ഈ അരപ്പ് വഴറ്റിയിട്ട് കുറച്ച് അധികം കരിയാണ്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കുക. അതിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി പിഴിഞ്ഞ് നന്നായി തിരുമ്പി പിഴിഞ്ഞിട്ട് ഈ വെള്ളത്തിലേക്ക്, ഈ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു. പിന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ അരച്ച് വെച്ച സബോളയും തക്കാളിയും കൂടിയിട്ട് അരച്ചിട്ടുള്ള അരപ്പും കൂടി അതിൽ ഒഴിച്ച് ചേർക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ ഈ മീനിൻ്റെ കഷ്ണങ്ങൾ ഇടുക. അപ്പോൾ അതിൽ പച്ചമുളക് പൊളിച്ചിടുക. പിന്നെ വേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. അപ്പോൾ ഈ കഷ്ണങ്ങൾ നമ്മൾ സാധാരണ കറി വയ്ക്കാൻ പാകത്തിലുള്ള കഷ്ണങ്ങൾ 10 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് പാകമുള്ള മുളകും മല്ലിയും ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളി നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ പുളിയും ഉപ്പൊക്കെ പാകമാക്കിയിട്ട് എടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട്, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ രീതിയിലൊന്ന് കൂട്ടാൻ, ഈ നെയ്മീൻ സുർമ എന്നൊക്കെ പറയും, അതുപോലെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എൻ്റെ കമൻ്റ് ഇടണം. അപ്പോൾ മീൻ വെന്ത് പാകമായിട്ടുണ്ട്. ഞാൻ മീൻ വെന്ത് ഇറക്കി വെച്ചു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ചെറിയ ഉള്ളി, ഒരു 4 എണ്ണം ചെറിയ ഉള്ളി അരിഞ്ഞ് വേപ്പിലയും കൂടിയിട്ട് അരിഞ്ഞിട്ട് മൂപ്പിച്ചെടുക്കുക. അത് ഈ മൂപ്പിച്ചത് മീനിലേക്ക് ചേർത്ത് ഒഴിക്കുക. അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയോ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഈ കറി നന്നായി എല്ലാവരും ചെയ്ത് നോക്കണം. മീൻ ഈ രീതിയിൽ, ഏത് മീൻ വേണമെങ്കിലും ഈ രീതിയിൽ വയ്ക്കാം. നല്ല ടേസ്റ്റാണ്. ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.